ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം ദൈവം നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി വരുത്തിയിരിക്കുകയാണ്. ചില വേദനയിലൂടെ സങ്കടത്തിലൂടെ ഒക്കെ കടന്നു പോകുന്ന ചില ആളുകളെ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരു സന്ദേശം, ഒരു ദൂത് ആദ്യമേ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോഴുള്ള ആ ഫോം ഉണ്ടല്ലോ, ആ രൂപമുണ്ടല്ലോ, അതിന് കർത്താവിനൊന്ന് മാറ്റിയെടുക്കാൻ ഒരു ഭയങ്കര ആഗ്രഹമുണ്ട്. കുറച്ചും കൂടെ ഒരു ഗ്ലോറിയസ് ആയിട്ടുള്ള, കുറച്ചും കൂടെ എന്താ പറയുക, ഈ കാലഘട്ടത്തിന് വേണ്ട ഒരു രൂപം. സാധാരണ രീതിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ച് പഴകിയതും തേഞ്ഞതുമായ സ്വർണ്ണാഭരണങ്ങളൊക്കെ നമ്മൾ കടയിൽ കൊണ്ടുപോയി ജ്വല്ലറിയിൽ കൊടുത്തു കഴിയുമ്പോൾ അവരത് വാങ്ങും. പിന്നീട് അവരത് തീയിലിട്ട് ഉരുക്കി അതൊരു പുതിയ ഫോമിലേക്ക് അവർ കൊണ്ടുവരും. ഈ കാലഘട്ടത്തിലെ സ്റ്റേറ്റ്മെൻറ്റ് ഓർണമെൻറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലത്തുള്ള പുതിയ രൂപത്തിലേക്ക് അത് കൊണ്ടുവരും. ഇതുപോലെ ജീവിതത്തിൽ എവിടെയൊക്കെ ഉരുകിക്കൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, കർത്താവ് നിങ്ങളുടെ രൂപമാറ്റം അല്ലെങ്കിൽ പുതിയൊരു രൂപത്തിലേക്ക്, പുതിയൊരു ശൈലിയിലേക്ക്, പുതിയൊരു സ്റ്റൈലിലേക്ക്, പുതിയൊരു എന്താ പറയുക ഉയർന്ന തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയക്കകത്തൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ധൈര്യപ്പെടുക, കർത്താവിൽ തന്നെ ആശ്രയിക്കുക, ഉറച്ചു മുന്നോട്ട് വരിക. അടുത്ത ദിവസങ്ങളിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് ലോകം മുഴുവൻ കാണുവാനായിട്ട് പോകുകയാണ്. ഇന്നത്തെ നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്ന ഒരു കീ സ്പോൺസറാണ്. അഹമ്മദാബാദിൽ നിന്ന് അരുൺകുമാറാണ്. താങ്ക് യു ബ്രദർ അരുൺകുമാർ. മകൾ തൻവിക്ക് ജർമ്മൻ വിസ ലഭിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടാണ്. വാവ്, കൺഗ്രാജുലേഷൻസ് തൻവി. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു മകൾ തൻവിയുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാനും ദൈവിക ആരോഗ്യമുണ്ടാകുവാനും കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. താങ്ക് യു സോ മച്ച് അരുൺകുമാർ ഫോർ സ്പോൺസറിങ് ദിസ് എപ്പിസോഡ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇത്തരത്തിൽ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും. ഈ ശനിയാഴ്ച വർക്കലയിൽ നടക്കുന്ന വർക്കല ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ഡീറ്റെയിൽസ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും ഞാൻ അവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഈ ആഴ്ചയിലെ 2-ാം ദിവസമാണ് നമ്മൾ ഫിലിപ്പി ലേഖന പഠനം 2-ാം അധ്യായത്തിലെത്തി നിൽക്കുന്ന. ഇന്നലെ 19 മുതൽ 21-22 വചനങ്ങൾ വരെയാണ് നമ്മൾ വായിച്ചത്. പ്രധാനമായി അവിടെ സംസാരിക്കുന്നത്, അദ്ദേഹം എഴുതുന്നത്, ആ അധ്യായത്തിൻ്റെ ശിഷ്ടഭാഗത്ത് നമ്മൾ കാണുന്നത് 2 ശിഷ്യന്മാരാണ്. 1 തിമോത്തിയോസ്, 2 എപ്പഫ്രാദിത്തോസ്. തിമോത്തിയോസിനെ പൗലോസിന് അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ തൻ്റെ മിഷണറി യാത്രയ്ക്കിടയിൽ ദെർബെ, ലിസ്ത്ര എന്ന് പറയുന്ന ആ പ്രദേശങ്ങളിലൂടെ പോകുമ്പോൾ അവിടെയുള്ളൊരു പ്രാദേശിക സഭയിൽ നിന്ന് കിട്ടിയതാണ്. ചെറുപ്പക്കാരനാണ്. ഫാദർ ഒരു ഗ്രീക്കുകാരനാണ്, യവനൻ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ അമ്മ ഒരു യൂനിസ് എന്നാണ് പേര്. അമ്മയുടെ പേര് നമുക്കറിയാം. അമ്മൂമ്മയുടെ പേര് ലോയിസ് എന്നാണ്. അവർ യഹൂദ പശ്ചാത്തലത്തിലുള്ള, അപ്പം അങ്ങനെ ഒരു മിക്സ്ഡ് കൾച്ചർ, 2 രാജ്യക്കാർ ഒരുമിച്ച് കല്യാണം കഴിച്ച 2 നാഷണാലിറ്റി ഉണ്ട്. അങ്ങനത്തെ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു ഇൻ്റർകാസ്റ്റ് മാരേജ് എന്നൊക്കെ നമ്മൾ ഇന്ന് പറയുന്നത് പോലെ ഉള്ള 2 മതവിഭാഗങ്ങളിൽ നിന്നുള്ള മാതാപിതാക്കളാണ് തനിക്കുള്ളത്. എന്നാൽ ദൈവകൃപയാൽ തൻ്റെ വലിയമ്മ, ഗ്രാൻഡ് മദർ ലോയിസ്, അവൾ ഭയങ്കര വിശ്വാസിയായിരുന്നു. ഭയങ്കര വിശ്വാസി എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശ്വാസി. മകളും തെറ്റില്ല, യുനിക്ക എന്നാണ് മലയാളത്തിൽ കാണുന്നത്. 2 പേരും, ഈ 2 സ്ത്രീകളും വിശ്വാസത്തിൽ ജ്വലിച്ചു നിൽക്കുന്നവരാണ്. എന്ത് സംഭവിച്ചു? നോർമലി പലപ്പോഴും സംഭവിക്കുന്നത്, മാതൃഭാഷ എന്ന് പറയുന്ന പോലെ പലപ്പോഴും അമ്മയുടെ വിശ്വാസം മക്കൾ ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട് പിതാക്കന്മാരെക്കാൾ. 2 ഫെയ്ത്ത് ആണെങ്കിൽ. അതിന് കാരണം അമ്മയോടാണ്. അമ്മയുടെ ശരീരത്തിൻ്റെ ഒരു പാർട്ടായിരുന്നല്ലോ മക്കൾ. അതിൽ നിന്ന് പുറത്തു വന്നു അമ്മയോടൊപ്പമാണ് എപ്പോഴും ജീവിക്കുന്നത്. എപ്പോഴും മീൻസ് എപ്പോഴും ജീവിക്കുന്ന അമ്മയോടൊപ്പമാണ്. അങ്ങനെ അമ്മയോടൊപ്പം അമ്മയുടെ ഭാഷ, അമ്മയുടെ ജീവിതശൈലികൾ, അമ്മയുടെ രുചി, അമ്മയുടെ ഭക്ഷണം, അമ്മഞ്ഞ, ഇതെല്ലാം
അങ്ങനെ ഒരു വളർത്തപ്പെടുന്ന അനുഭവമായതുകൊണ്ട് അമ്മയുടെ വിശ്വാസം പലപ്പോഴും പകരപ്പെടാൻ സാധ്യതയാണ്. അതുകൊണ്ട് ആ വലിയമ്മയുടെയും അമ്മയുടെയും വിശ്വാസത്തിൻ്റെ പിന്തുടർച്ച അവകാശിയായി ആ വീട്ടിൽ തിരുവെഴുത്തുകൾ ബാല്യം മുതൽ അറിഞ്ഞ് ബൈഹാർട്ട് പഠിച്ചും നന്നായിട്ട് ധ്യാനിച്ചും വചനമറിയുന്നവനായിട്ടാണ് തിമോത്തിയോസ് വളർന്നത്. അങ്ങനൊരു ചെറുക്കനെ ഈ ലിസ്ത്രയിലുള്ളൊരു പ്രാദേശിക സഭയിൽ കണ്ടപ്പോൾ പെട്ടെന്ന് തൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി കൊടുത്തു കാണും, ഇവനെ കൂടെ ടീമിലെടുക്കണം. അങ്ങനെ റിക്രൂട്ട്മെൻറ്റ് കഴിയുന്നു. അവിടുത്തെ ലോക്കൽ പാസ്റ്ററുമായി അല്ലെങ്കിൽ എൽഡറുമായി മൂപ്പനുമായി സംസാരിച്ച് തന്നെ കൂടെ തുടർന്നുള്ള മിഷണറി യാത്രകളിൽ കൂട്ടി അങ്ങനെ പോകുന്നു. ആ തിമോത്തിയോസിനെ അയക്കാം, ഫിലിപ്പ്യ സഭയിലേക്ക് അയക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്നലെ വായിച്ച സെയിം ഭാഗം ഒന്നുകൂടി വായിച്ചോട്ടെ. നിങ്ങൾ ബൈബിൾ തുറക്കുക, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ പേന എടുക്കുക, അല്പം വെള്ളം ഒക്കെ എടുത്തു വയ്ക്കുക. 19 ഫിലിപ്പി ലേഖനം 2. എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് തിമോത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാം എന്ന് കർത്താവ് യേശുവിൽ ഞാൻ ആശിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. യേശു ക്രിസ്തുവിൻ്റെ കാര്യമല്ല, സ്വന്തം കാര്യം അത്ര എല്ലാവരും നോക്കുന്നത്. അവനോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവൻ്റെ സിദ്ധത നിങ്ങളറിയുന്നുവല്ലോ. ആകയാൽ എൻ്റെ കാര്യം എങ്ങനെയാകുമെന്നറിഞ്ഞ് ഉടനെ ഞാൻ അവനെ അയപ്പാൻ ആശിക്കുന്നു. ഞാനും വേഗം വരുമെന്ന് കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നു. ഇത്രയും ഭാഗം തിമോത്തിയോസിനെ കുറിച്ച് അദ്ദേഹം പറയാം. സോ ഈ ഭാഗത്ത് 2 ശിഷ്യന്മാരെ കുറിച്ചാണ് പറയുന്നത്. അതിലൊരു ശിഷ്യനാണ് ആദ്യം എടുത്തു പറയുന്നത് തിമോത്തിയോസിനെ കുറിച്ചാണ്. അപ്പം അതിൽ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു, എഴുതി. ആ എഴുതിയ ചില കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നുകൂടി ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ ആഗ്രഹിക്കും. ഇന്നലെ പറഞ്ഞ ചിലത് ഞാനൊന്ന് ആവർത്തിക്കും, ക്ഷമിക്കണം, അത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഇന്ന് ഞാൻ തുടരാൻ പോകുന്ന കാര്യങ്ങളിൽ നല്ലൊരു ഐഡിയ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്നലെ ഞാൻ പറഞ്ഞതൊരു പക്ഷേ ഓർമ്മയുണ്ടായിരിക്കും. റോമൻ സാമ്രാജ്യത്തിൽ മാത്രം ആ സമയത്ത് ഏകദേശം ഒരു 10 ലക്ഷത്തോളം വിശ്വാസികളുണ്ടായിരുന്നെന്ന് പറയുന്നു. 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്തേക്ക് വരുമ്പോൾ ഈ സമയത്ത് ഒരു പക്ഷേ അത്രയും ഉണ്ടാവില്ലായിരിക്കാം, എങ്കിലും മോർ ഓർ ലെസ് എന്ന രീതിയിൽ നമുക്ക് കണക്കാക്കാം. എഫേസോസിൽ 1 ലക്ഷത്തോളം വിശ്വാസികളുണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നു. ഫിലിപ്പിലും കുറേ അധികം ആയിരക്കണക്കിന് വിശ്വാസികൾ കാണും. ഇത്രയൊക്കെ വിശ്വാസികളുണ്ടെങ്കിലും സഭകളുണ്ടെങ്കിലും ശുശ്രൂഷകരുണ്ടെങ്കിലും പൗലോസിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കൂട്ടുവേലക്കാരിൽ താൻ വളർത്തിയെടുത്ത ശുശ്രൂഷകരിൽ ആകെപ്പാടെ ഒറ്റയാൾ മാത്രമേ തുല്യചിത്തനായിട്ടുള്ളൂ. കേൾക്കുന്നുണ്ടോ? തുല്യചിത്തനായിട്ട് ഒരാളേ ഉള്ളൂ. ഇത് തന്നെയാണ് യേശുവിൻ്റെ കാലത്ത് സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ ഹാർട്ട് അറിഞ്ഞ ഒറ്റയാളേ ഉള്ളൂ, അത് യോഹന്നാൻ അപ്പസ്തോലനാണ്. എങ്കിലും ശുശ്രൂഷയിൽ ആ സമയത്ത് ഏൽപ്പിക്കേണ്ടി വന്നത് പത്രോസിനെയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ടത് പൗലോസാണ്. പൗലോസാണെങ്കിൽ യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ പെട്ടവനല്ല താനും. എനിവേ, ഞാൻ പറയുന്നത് ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും ശുശ്രൂഷയുടെയും എല്ലാത്തിൻ്റെയും വിജയമെന്ന് പറയുന്നത് അതിൻ്റെ ടോപ്പ് ലെവലിൽ നിൽക്കുന്നത് ആരാണോ അയാളെപ്പോലെ തന്നെ ചിന്തിക്കുന്ന, അതേ മനോഭാവമുള്ള, അതേ ഹൃദയമുള്ള വ്യക്തികളാണ്. അത് വളരെ വളരെ കുറവായിരിക്കും. ദാവീദിൻ്റെ ടീം എടുത്താൽ, ആരുടെ ടീം എടുത്താലും അതുപോലെ തന്നെ ചിന്തിക്കുന്നവർ വളരെ വിരളമാണ്. പക്ഷെ അതാണ് നമ്മുടെ വിജയവും. വളരെ ഫെയ്ത്ത്ഫുള്ളായി കൂറോടുകൂടെ അതുപോലെ തന്നെ ലൈക്ക് ഹാർട്ടഡായിട്ട് നിൽക്കുന്നവരാണ് ആ പ്രസ്ഥാനത്തെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുന്നത്. നിങ്ങളെ ആക്കി വെച്ച സ്ഥലത്ത് നിങ്ങളതുപോലെ നിങ്ങളുടെ മുകളിലുള്ളവരുമായി തുല്യചിത്തതയോടുകൂടെ നിൽക്കാൻ ഒരു സമർപ്പണം ഇന്നെടുക്കാമോ? എത്ര നാൾ നമ്മളൊക്കെ ജീവിക്കും? ഈ ജീവിക്കുന്ന സമയം കൊണ്ട് കർത്താവിന് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്തു വേണ്ടേ നമ്മൾ ഹോംവർക്ക് തീർത്തു വേണ്ടേ നമ്മളിവിടുന്ന് പോകാൻ? ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ.
21-ാമത്തെ വചനത്തിൽ അദ്ദേഹം ഭയങ്കര വേദനയോടെ പറഞ്ഞൊരു കാര്യം, എവ്രി വൺ ലുക്സ് ഔട്ട് ഫോർ ഹിസ് ഓൺ ഇൻട്രസ്റ്റ്, നോട്ട് ദോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എല്ലാവരും അവരവരുടെ കാര്യം, സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ കാര്യം ആരും നോക്കുന്നില്ല. അപ്പോൾ ഈ തിമോത്തിയോസ് മാത്രം വ്യത്യസ്തനാണ്, ഇതുപോലെ അല്ല. എല്ലാവരും സ്വന്തം കാര്യം നോക്കി ജീവിക്കുമ്പോൾ ഇവനോ തൻ്റെ ജീവനും ജീവിതവും തൻ്റെ സമയവും കഴിവും എല്ലാം യേശുവിന് വേണ്ടി കൊടുത്തവനാണ് എന്ന ഒരു സാക്ഷ്യം ആണ് നമുക്കിവിടെ കിട്ടുന്നത്. തൻ്റെ വിശ്വാസം തനിക്ക് പൈതൃകമായി കിട്ടി എന്നൊക്കെ നമ്മൾ കണ്ടു. അതുകൂടാതെ ഇന്നലെ ഞാൻ റഫ്ലി ഒന്ന് തന്നൊരു കാര്യമാണ് ഈ തിമോത്തിയോസിൻ്റെ പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ. അദ്ദേഹം വചനം നന്നായി ബാല്യം മുതൽ പഠിക്കുന്നവനായിരുന്നു. അതുപോലെ വളരെ നല്ല സാക്ഷ്യമുള്ളവനായിരുന്നു. എല്ലാവരും തന്നെ വൗച്ച് ചെയ്യുമായിരുന്നു. സച്ച് എ നൈസ് യങ് മാൻ ഓർ ബോയ്. അതുപോലെ ഫെയ്ത്ത്ഫുള്ളുമായിരുന്നു, അതേസമയം തന്നെ ലോയലുമായിരുന്നു. ദൈവജനത്തെക്കുറിച്ച് തനിക്ക് ഭയങ്കരമായ കരുതലുണ്ടായിരുന്നു. താൻ ഡിപ്പെൻഡബിളായിരുന്നു, ആർക്കും ആശ്രയിക്കാം, ട്രസ്റ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ പീപ്പിൾ കുഡ് കൗണ്ട് ഓൺ ഹിം ബിക്കോസ് ഹി വാസ് എ മാൻ ഓഫ് ദ വേൾഡ്. വാക്ക് പറഞ്ഞാൽ മാറ്റാത്ത ഇൻറ്റഗ്രിറ്റി ഉള്ളൊരു മനുഷ്യനായിരുന്നു. പൗലോസിൻ്റെ നിജപുത്രൻ അല്ലെങ്കിൽ ആത്മീയ മകനായി കണക്കാക്കപ്പെട്ടു. വളരെയധികം പൗലോസുമായി ഒരുമിച്ച് വളരെ അടുത്ത ബന്ധം തനിക്കുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് നമ്മൾ തന്നെക്കുറിച്ച് നമ്മൾ കണ്ടത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദ പവർ ഓഫ് ഇമ്പാർട്ടേഷൻ തന്നിൽ വെളിപ്പെട്ടു. പിൽക്കാലത്ത് ഈ തിമോത്തിയോസിനെ ദൈവം വളരെ ശക്തമായി ഉപയോഗിച്ചു. പൗലോസിൻ്റെ കാലശേഷം ദൈവസഭയെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ തിമോത്തിയോസിനെ ദൈവം ശക്തമായി ഉപയോഗിച്ചു. കാരണം മോശയിൽ നിന്നും ജോഷുവയ്ക്ക് കിട്ടിയതുപോലെ, ഏലീശയ്ക്ക് ഏലിയാവിൽ നിന്ന് കിട്ടിയതുപോലെ, പൗലോസിൽ നിന്ന് തിമോത്തിയോസിന് ഒത്തിരി സ്പിരിച്വൽ റിച്ചസ് കിട്ടി. അപ്പം ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, 2 തരം ഇമ്പാർട്ടേഷൻ കിട്ടും. ഒന്ന് അഭിഷേകത്തിൻ്റെ അല്ലെങ്കിൽ കൃപാവരങ്ങളുടെ ശുശ്രൂഷയുടെ ഇമ്പാർട്ടേഷൻ. എല്ലാവർക്കും അതാണ് വേണ്ടത്, കാരണം അതാണ് വളരെ സ്പെക്ടാക്കുലറായിട്ടുള്ളത്. എന്നാൽ ലൈഫ് ഇമ്പാർട്ടേഷൻ അല്ലെങ്കിൽ ക്യാരക്ടർ ഇമ്പാർട്ടേഷൻ എന്ന് പറഞ്ഞാൽ പറ്റുന്നുണ്ട്. ഇതൊത്തിരി പേർക്ക് വേണ്ട. ആ ദേവദാസൻ്റെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാണ്, ആ ദേവദാസൻ എങ്ങനെയാണ് വിശുദ്ധിയിൽ ജീവിക്കുന്നത്, ആ ദേവദാസൻ്റെ ഡിസിപ്ലിൻസ് എന്തൊക്കെയാണ്, ഇതൊന്നും ആർക്കും വേണ്ട ഇക്കാലത്ത്. എന്നാൽ തിമോത്തിയോസിന് ഇത് രണ്ടും കിട്ടി. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു, സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെയും ലെസ്റ്റർ സമ്രാളിൻ്റെയും റോഡ് പാർസലുടെ ഒക്കെ തലമുറയായി കൈമാറ്റം ചെയ്ത് കിട്ടിയ ജീവിതത്തെക്കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഇന്ന് ഞാൻ ഫോക്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നലത്തെ തുടർച്ചയായതുകൊണ്ടാണ് ഒരല്പം എനിക്ക് ആവർത്തിക്കേണ്ടി വന്നത്, എന്നോട് സഹകരിക്കണം. തിമോത്തിയോസിനെ ദൈവം വിളിച്ചത് ഒരു സെക്കൻഡ് മാൻ ആകാൻ വേണ്ടിയിട്ട്. എല്ലാവരും പറഞ്ഞേ, ദ സെക്കൻഡ് മാൻ, ദ സെക്കൻഡ് മാൻ, രണ്ടാം മനുഷ്യൻ. പറഞ്ഞേ, രണ്ടാം മനുഷ്യൻ എന്ന് വെച്ചാൽ ഒരു വലിയ ദൈവദാസൻ, ശക്തമായ ദൈവം ഉപയോഗിക്കുന്നൊരു ദൈവദാസൻ്റെ കീഴിൽ തൊട്ട് താഴെ രണ്ടാം മനുഷ്യനായി നിൽക്കാനാണ് ദൈവം തിമോത്തിയോസിനെ വിളിച്ചത്. ദ സെക്കൻഡ് മാൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ടീച്ചിങ് ഉണ്ട്. പല ക്രിസ്തീയ സംഘടനകളുടെയും ടോപ്പ് ലെവൽ മീറ്റിങ്ങിൽ എന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും ടോപ്പ് ലെവൽ മീറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാംസൊക്കെ നടക്കുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ഈ സെക്കൻഡ് മാൻ പ്രിൻസിപ്പിൾ പല സ്ഥലങ്ങളിൽ, നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേയിൽ മാത്രമല്ല വേറെ പല ഓർഗനൈസേഷൻസിലും പോയി ഞാൻ ടീച്ച് ചെയ്തിട്ടുണ്ട്. ദ സെക്കൻഡ് മാൻ പ്രിൻസിപ്പിൾ. ഒരു കാര്യം തുറന്നു പറയട്ടെ, വിശ്വാസ ജീവിതം ആരംഭിച്ച ശേഷം ആദ്യത്തെ 10-ൽ പരം വർഷങ്ങൾ ഞാനൊരു ദേവദാസൻ്റെ കീഴിൽ സെക്കൻഡ് മാനായിട്ട് വർക്ക് ചെയ്ത ആളാണ്. ഞാൻ നേരെ അങ്ങ് ഫസ്റ്റ് മാൻ ആയതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിൽ നിന്ന് ലീഡ് ചെയ്യുന്ന രീതിയിൽ ഞാൻ ആദ്യം ആയില്ല. അതിനു മുമ്പ് ഒരു ദൈവദാസൻ്റെ കീഴിൽ തൻ്റെ സെക്കൻഡ് മാനായി 10-ലധികം വർഷങ്ങൾ ഞാൻ സെർവ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ദാസനെ പോലെ അല്ലെങ്കിൽ സെർവൻറ്റിനെ പോലെ ഞാൻ സെർവ് ചെയ്തു സെക്കൻഡ് മാനായിട്ട്. അപ്പോൾ തിമോത്തിയോസ് പൗലോസിൻ്റെ സെക്കൻഡ് മാനായിട്ട് വർക്ക് ചെയ്തു.
ഏലീശ ഏലിയാവിൻ്റെ സെക്കൻഡ് മാനായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ബൈബിളിൽ. ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ചു കൊടുത്ത തൻ്റെ ദാസനായ എലീശ. അപ്പോൾ എലീശയുടെ പരിപാടി എന്താണ്? ചെന്നിട്ട് തൻ്റെ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്തൊക്കെ കഴുകാൻ വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക, ബാഗ് എടുത്തുകൊണ്ട് നടക്കുക, അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് ചുമക്കുക. ഇതൊക്കെയായിരുന്നു ഏലീശായുടെ ജോലി. ഇതുപോലെ നടന്നവനാണ് ഞാൻ. ലിറ്ററലി അത് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. പണ്ട് ഈ കിണ്ടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, കണ്ടിട്ടുണ്ടോ? ഈ ഒരു ബൗള് പോലത്തെ ഒരു സാധനം, ഒരു പിടി ഉണ്ടായിരിക്കും, എൻ്റെ ഇപ്പുറത്ത് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നൊരു സാധനം, അതിലൂടെ ഇങ്ങനെ ഒഴിക്കാം, കെറ്റിൽ പോലത്തെ ഒരു സാധനം. അതെടുത്ത് വെച്ച് എൻ്റെ പാസ്റ്റർക്ക്, എൻ്റെ മുകളിൽ ദൈവമാക്കി വെച്ച ദൈവദാസൻ്റെ കയ്യിൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പം ഞാൻ ഈ വചനം ഓർക്കും, ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത ഏലീശയെ പോലെ ആകാൻ, ശിഷ്യനാകാൻ എനിക്കൊരു ഭാഗ്യം കിട്ടിയല്ലോ. അദ്ദേഹത്തിൻ്റെ ബാഗ് എടുത്തുകൊണ്ട് ഞാൻ നടക്കുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ജോലി ചെയ്യുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ മസാജ്, കൈ, തലയൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെയായിരുന്നു എൻ്റെ ജോലി. അങ്ങനെ ദൈവം നിരവധി വർഷങ്ങൾ ദൈവം എന്നെ ഇട്ടു ട്രെയിനിങ്ങിന് വേണ്ടി, ഡിസൈപ്പിൾഷിപ്പിന് വേണ്ടി. അതെല്ലാം കഴിഞ്ഞ് പുറത്തു വന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നൊരു പാത്രമായി ഞാൻ മാറുകയുള്ളൂ. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ടില്ല, ബൈബിൾ സെമിനാരിൽ പോയിട്ടില്ല, അങ്ങനെയുള്ള ട്രെയിനിങ് കിട്ടിയില്ല. പക്ഷേ പ്രാക്ടിക്കലി യൂണിവേഴ്സിറ്റിയിൽ ഇട്ട് കർത്താവിനെ പഠിപ്പിച്ചു. തിമോത്തിയോസ് പൗലോസിൻ്റെ ശിഷ്യനായിരുന്നു, സെക്കൻഡ് മാൻ ആയിരുന്നു. സെക്കൻഡ് മാൻ ആകുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഫസ്റ്റ് മാൻ ആകുന്നതിനേക്കാൾ പൊല്ലാപ്പാണ്. കാരണം ജനത്തിൻ്റെ പ്രഷർ, പല ആളുകളും ഫസ്റ്റ് മാൻ്റെ അടുത്തേക്ക് പോകില്ല, സെക്കൻഡ് മാൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു കൊടുക്കും, പാസ്റ്ററോട് പറ, ഇന്ന ആളോട് പറ. ജനം അവരെ അപ്രോച്ച് ചെയ്യും, പ്രഷറൈസ് ചെയ്യും. മോശയ്ക്ക് സെക്കൻഡ് മാനായിട്ട് വേറൊരാളുണ്ടായിരുന്നു, അഹരോൻ മോശയേക്കാൾ 2 വയസ്സ് മൂത്തതാണ്. എങ്കിലും ജനം വന്ന് അഹരോനെ കമ്പൽ ചെയ്താണ് കാളക്കുട്ടി ഉണ്ടാക്കിയത്. പെട്ടെന്ന് തിരിഞ്ഞു പോകാവുന്ന സാഹചര്യമൊക്കെ അവിടെ ഉണ്ട്, ജനത്തിൻ്റെ സമ്മർദ്ദം. എന്നാൽ തിമോത്തിയോസ്, he was not a man pleaser. ആൻഡ് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, എല്ലാവരും സ്വന്തം കാര്യം നോക്കി നടക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കാര്യം നോക്കുന്നവനാണ് തിമോത്തിയോസ്. നമ്മൾ ഓർക്കേണ്ടത്, ഈ ഭൂമിയിൽ ചിലരെ ഫസ്റ്റ് മാൻ ആയിട്ട് വിളിച്ചിരിക്കുന്നു, ചിലരെ സെക്കൻഡ് മെൻ ആയിട്ട് വിളിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പ്ലേസിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിക്കുക. ഇതൊരു വലിയ ഭാഗ്യമാണ്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കി. ഇത് വലിയ ഭാഗ്യമാണ്. ഭൂമിയിൽ കിട്ടാവുന്നതിൽ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പ്രിവിലേജസ് എന്ന് പറയുന്നത് ഇതുപോലെ നിന്ന് സെർവ് ചെയ്യുക എന്ന് പറയുന്നതാണ്. ഈ സെക്കൻഡ് മാൻ പ്രിൻസിപ്പിൾ ഒരു നീണ്ട ടീച്ചിങ് ആണ്, ഒരു വലിയൊരു ചാർട്ടൊക്കെ ഉണ്ട് അതിന്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ ഒരു മോർണിംഗ് ഗ്ലോറിയിൽ ആ ടീച്ചിങ്ങിലേക്ക് പോകുന്നില്ല. അത് ലീഡർഷിപ്പിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചിങ്ങാണ്. എന്നാൽ അറിയേണ്ട ചില കാര്യങ്ങൾ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം, സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങൾ. The second man does 2 things. 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. നമ്പർ 1, he leads others by his example. ഈ 2ാം സ്ഥാനത്ത് നിൽക്കുന്നവരെപ്പോഴും വലിയ മാതൃക കാണിച്ച് ജനങ്ങളെ ഫസ്റ്റ് മാനെ ഫോളോ ചെയ്യാൻ വേണ്ടി മാതൃക കാണിക്കണം, ഒരു ദൃഷ്ടാന്തമായിരിക്കണം അവരുടെ ജീവിതം. 2, he contributes to the life and ministry of the first man. 1ാം മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ടൈം കില്ലിംഗ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഏറ്റെടുക്കുക, അദ്ദേഹത്തിൻ്റെ സമയം കളയാതെ അദ്ദേഹത്തിന് കൂടുതൽ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കാൻ വേണ്ടി സമയം ഉണ്ടാക്കി കൊടുക്കുക. അതാണ് സെക്കൻഡ് മാൻ്റെ ജോലി. അങ്ങനെ ഈ തിമോത്തിയോസ് ആ കാര്യം ചെയ്തതുകൊണ്ടാണ് പലപ്പോഴും പൗലോസിൻ്റെ ഐറ്റിനറി, തൻ്റെ യാത്രകൾക്ക് കോർഡിനേറ്റ് ചെയ്യുന്നത് തിമോത്തിയോസ് ആയിരുന്നു. എന്ന് മാത്രമല്ല, ഒരു മകൻ അപ്പന് ചെയ്യുന്നത് പോലെ പലപ്പോഴും ഈ പൗലോസിൻ്റെ പല സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാരി ചെയ്തിരുന്ന ട്രാൻസ്പോർട്ടറായിരുന്നു, പോർട്ടറായിരുന്നു തിമോത്തിയോസ്. ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തു, അസിസ്റ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ തിമോത്തിയോസിന് ദ ഗ്രേറ്റ് സ്പിരിച്വൽ സൺ ആകാൻ ഒരു ഭാഗ്യം കിട്ടി. പൗലോസ് ഒത്തിരി പേരെ മകൻ എന്ന് വിളിച്ചിട്ടില്ല, ആത്മീയ പുത്രന്മാരായിട്ട് പറഞ്ഞിട്ടില്ല, വളരെ കുറച്ച് പേരേ ഉള്ളൂ. എന്നാൽ തിമോത്തിയോസിന് അദ്ദേഹം എൻ്റെ മകനാണ്, എൻ്റെ ആത്മീയ പുത്രനാണെന്ന് പറഞ്ഞു.
1 കൊരിന്ത്യർ 4:17 വളരെ വ്യക്തമായി പറയുന്നുണ്ട്, പോൾ കോൾസ് ഹിം ഹിസ് സൺ ഇൻ ദ ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ പുത്രൻ, വിശ്വാസത്തിൽ നിജപുത്രൻ എന്ന് പറയുന്നുണ്ട്. ഇന്ന് വാട്ട് വി നീഡ് ടുഡേ ഈസ് നോട്ട് വർക്കേഴ്സ് ബട്ട് സൺസ് ആൻഡ് ഡോട്ടേഴ്സ്. ഇന്ന് നമുക്ക് വേണ്ടത്, ദൈവവേലക്കാർ എന്ന് പൊതുവെ പറയാറുണ്ടെങ്കിലും ഓരോ സഭയിലും നമുക്ക് ആവശ്യമുള്ളത് മക്കളെയാണ് നമുക്ക് ആവശ്യം. ദ പെർഫെക്റ്റ് സൺഷിപ്പ് ഈസ് സീൻ ഇൻ ജീസസ്. യഥാർത്ഥത്തിലുള്ള പുത്രത്വം കാണുന്നത് എവിടെയാണ്? യേശുവിലാണ്. പിതാവായ ദൈവത്തിൻ്റെ കീഴിൽ താൻ പുത്രനായി ഫങ്ഷൻ ചെയ്യുന്നു. പക്ഷേ രണ്ടുപേരും ഈക്വലാണ്. താൻ 22-ാമത്തെ വചനത്തിൽ, ബട്ട് യു നോ ദാറ്റ് തിമോത്തി ഹാസ് പ്രൂവ്ഡ് ഹിംസെൽഫ് ബിക്കോസ് ആസ് എ സൺ വിത്ത് ഹിസ് ഫാദർ ഹി ഹാസ് സെർവ്ഡ് വിത്ത് മീ ഇൻ ദ വർക്ക് ഓഫ് ദ ഗോസ്പൽ. അപ്പോൾ അവിടെ തിമോത്തി ഹാസ് പ്രൂവ്ഡ് ഹിംസെൽഫ്. തിമോത്തിയോസ് തന്നെ താൻ തെളിയിച്ചു, തൻ്റെ ജീവിതത്തിലൂടെ താൻ തെളിയിച്ചു. ഹി ജസ്റ്റ് ഡിഡ് നോട്ട് ഡിക്ലെയർ ബിഗ് തിങ്സ്. ലൈഫിൽ താൻ തൻ്റെ ജീവിതവും ക്യാരക്ടറും ശുശ്രൂഷയും തെളിയിച്ചു. ഹി പ്രൂവ്ഡ് ഹിംസെൽഫ് ബൈ സർവിങ് സാക്രിഫിഷ്യലി. എന്ന് വെച്ചാൽ വളരെ ത്യാഗത്തോടുകൂടെ താൻ ദൈവവേല ചെയ്ത് തന്നെ തെളിയിച്ചു. ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ട് അറിയാമെന്ന്. ഫലം എന്ന് പറയുന്നത് പ്രവൃത്തിയാണ്, ശുശ്രൂഷയുടെ റിസൾട്ടാണ്. തിമോത്തിയോസ് തെളിയിച്ചു. വാവ്! നിങ്ങളെക്കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നത് ജീവിതത്തിലൂടെ നിങ്ങളും തെളിയിക്കണം. ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തിയാണ്, വചനമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്, കീഴ്പ്പെടുന്ന വ്യക്തിയാണ്, സബ്മിസീവ് നേച്ചറുണ്ട്. ഇതൊക്കെ തെളിയിക്കണം. വിശ്വസ്തതയും കൂറും തെളിയിക്കണം. എൻ്റെ ശുശ്രൂഷയിൽ 4 പതിറ്റാണ്ടുകൾ ഒത്തിരി പേരും അടുത്തു എന്ന് പറയും, അയ്യോ ബ്രദർ പാസ്റ്റർ എൻ്റെ അപ്പനെ പോലെ എൻ്റെ ആത്മീയ പിതാവാണ് എന്നൊക്കെ പറയും. പിന്നെ കാണുക പോലും ഉള്ള ആളുകളെ എന്ന് വെച്ചൊരു ചിന്തയാണ്, ഒരപ്പനെ പോലുള്ളൊരു ഫിഗറാണ് എന്നുള്ള ചിന്തയാണ്. പക്ഷേ തിമോത്തിയോസ് അങ്ങനെയല്ല. ഒരു മകൻ അപ്പന് ചെയ്യുന്നത് പോലെ കൂടെ നിന്ന് താൻ ദൈവവേല ചെയ്തു. ഭംഗിവാക്കായി നമ്മെ സുഖിപ്പിക്കാൻ വേണ്ടി മുഖസ്തുതി പറയുന്നത് പോലെയൊക്കെ ഒത്തിരി പേർ യു ആർ മൈ സ്പിരിച്വൽ ഫാദർ എന്നൊക്കെ പറയും. അതല്ല, തിമോത്തിയോസ് തൻ്റെ ജീവിതത്തിൽ അത് തെളിയിച്ചു. ഈ മലാക്കി പ്രവചനത്തിലാണെന്ന് തോന്നുന്നു കർത്താവ് തന്നെ ചോദിക്കുന്നുണ്ട്, ഞാൻ അപ്പനെങ്കിൽ എനിക്കുള്ള ബഹുമാനം എവിടെ? കർത്താവ് ചോദിക്കുക, അപ്പനാണെന്ന് യു ആർ മൈ ഫാദർ എന്ന് ദൈവത്തെക്കുറിച്ച് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എവിടെ എനിക്കുള്ള ഓണർ എവിടെ, റെസ്പെക്റ്റ് എവിടെ എന്ന് കർത്താവ് പോലും ചോദിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഹരോൻ ജ്യേഷ്ഠനായിരുന്നിട്ട് 2 വയസ്സിന് മൂത്തതാണ്. എങ്കിൽ പോലും മോശയുടെ കീഴിൽ അദ്ദേഹം സെർവ് ചെയ്തു. എന്നാൽ അഹരോൻ മോശമാണോ? അഹരോനെയാണ് ദൈവം ഹൈ പ്രീസ്റ്റാക്കി മാറ്റിയത്. മഹാപുരോഹിതനായിരുന്നു അഹരോൻ, ജ്യേഷ്ഠ സഹോദരനായിരുന്നു. പക്ഷെ മിനിസ്ട്രിയിലെ അലൈൻമെൻറ്റ് വന്നപ്പോൾ, ഹയറാർക്കി വന്നപ്പോൾ മോശയായിരുന്നു ഏറ്റവും ടോപ്പിൽ, ജ്യേഷ്ഠൻ താഴെ വന്നു. മോശ എന്ത് പറയുന്നത് അഹരോൻ അനുസരിച്ചേ പറ്റും. ദൈവം ഓരോ കുടുംബത്തിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നു. ചില ഇളയ കുട്ടികളായിരിക്കും ചിലപ്പോൾ പാസ്റ്ററാക്കുന്നത്, അല്ലെങ്കിൽ 2ാമത്തെ 3ാമത്തെ ആളായിരിക്കും, അതിൻ്റെ താഴെ കാണും, മുകളിലും കാണും. പക്ഷെ ഒരു ദൈവദാസനായി കഴിയുമ്പോൾ, ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് വരുമ്പോൾ അവരായിരിക്കും ഒരു പക്ഷേ ടോപ്പ്. ഇതുപോലെ എവിടെയെല്ലാം അഹരോൻ അനുസരിക്കാം അവിടെയെല്ലാം അനുസരിച്ചു. എന്നാൽ ചില പ്രഷർ വന്ന ചില സാഹചര്യത്തിലാണ് അഹരോൻ തെറ്റിപ്പോയത്. ബില്ലി ഗ്രഹാം ക്രൂസൈഡ് എടുക്കുകയാണെങ്കിൽ, ബില്ലി ഗ്രഹാമിൻ്റെ ശുശ്രൂഷ ഭയങ്കരമായ ക്രൂസൈഡുകളിലേക്കൊക്കെ പോയ സമയത്ത് അദ്ദേഹത്തോടൊപ്പം ഒരു കമ്പാനിയൻ, ഒരു മ്യൂസിക്കൽ കമ്പാനിയനാണ്, പക്ഷേ ലൈഫ് ലോങ് മ്യൂസിക്കൽ കമ്പാനിയൻ ആയിരുന്നു ക്ലിഫ് ബറോസ് എന്ന് പറയുന്നൊരു ആൾ. അദ്ദേഹമാണ് അനേക പതിറ്റാണ്ടുകൾ ബില്ലി ഗ്രഹാം ക്രൂസൈഡ് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഒത്തിരി ഒന്നും സ്പോട്ട്ലൈറ്റിൽ അദ്ദേഹം വരികയുമില്ല. എന്നാൽ ബില്ലി ഗ്രഹാം പലപ്പോഴും പറഞ്ഞിരുന്നൊരു കാര്യം, there would be no Billy Graham without Cliff Burrows. ഈ ക്ലിഫ് ബറോസ് പിന്നണിയിൽ നിന്ന് പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ, ബിഹൈൻഡ് ദ സീൻസ് ഇല്ലായിരുന്നെങ്കിൽ, സപ്പോർട്ട് തന്നില്ലായിരുന്നെങ്കിൽ ബില്ലി ഗ്രഹാം എന്നൊരു വ്യക്തിത്വത്തെ ലോകം അറിയില്ലായിരുന്നു. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് 2ാം മനുഷ്യൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ സെക്കൻഡ് മാൻ ഈസ് ദ ഇൻവിസിബിൾ ബാക്ക് ബോൺ ഓഫ് ഗ്രേറ്റ് മിനിസ്ട്രി. ഞാനിങ്ങനെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ നട്ടൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? എനിക്ക് കാണാൻ പറ്റുമോ?
നിങ്ങളുടെ നട്ടൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷെ ആ നട്ടലാണ് നമ്മളെ നേരെ നിർത്തുന്നത്. എന്നാൽ അത് ഇൻവിസിബിളാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പുറകിൽ നിൽക്കുന്നവർ ഒത്തിരി വിസിബിൾ അല്ലെങ്കിലും അവരാണ് വാസ്തവത്തിൽ നമ്മളെ, പലപ്പോഴും സ്റ്റേജിൽ വരില്ല, മൈക്ക് എടുക്കില്ല, ഒത്തിരി പേരുടെ അപ്രീസിയേഷൻ കിട്ടില്ല, പക്ഷെ അവരാണ് എന്നെ, ഈ മിനിസ്ട്രിയെ, ബ്ലെസ്സിങ് ടുഡേ ഒക്കെ താങ്ങി നിർത്തുന്നത്. അവരെ കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. അവരുടെ സാക്രിഫിഷ്യൽ ലവ് ആണ് ഈ ശുശ്രൂഷയെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞിട്ട് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ കൃപ ഇത് കേൾക്കുന്നവർക്കുണ്ടാകട്ടെ. രോഗികളെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. സൈനസ് പ്രോബ്ലം, മൈഗ്രെയിൻ പ്രോബ്ലം സൗഖ്യമാകട്ടെ. തൈറോയ്ഡ് റിലേറ്റഡ് പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഡെങ്കു പോലെയൊക്കെയുള്ള ഭയങ്കരമായ ക്ഷീണം കൊണ്ടുവരുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കൈനിട്ടാം. ഏത് രോഗത്തിലും വലിയ വിടുതലുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മളിത് തുടരും. മിസ് ചെയ്യരുത്. എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കണേ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.